ആദാബ് ഡിപ്ലോമ ഉറുദു കോഴ്സിന്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് थर्ड चैप्टर मूनामते चैप्टर सबक 3 उस पर बात करेंगे. इसमें एक गुफ्तगू है आप लोगों के सामने. दो लोगों के बीच में ये गुफ्तगू हो रही है और उसमें एक है इकबाल, दूसरा समीर. इन दोनों में ये दोनों आपस में जानने पहचाने वाले लोग थे. कभी इनका तारुफ हुआ था. എപ്പോഴോ പരിചയപ്പെട്ട രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും, ഇക്ബാലും സമീറും. ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം. ഇക്ബാല് സമീർ. അങ്ങനെ ഇക്ബാൽ കണ്ടുമുട്ടുകയാണ് സമീറിനെ. അപ്പൊ സമീർ സാബ് ആദാബ് ആദാബ് എന്ന് വെച്ചാല് ആര് നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരമാണ് ആദാബ് എന്നുള്ളത്. അപ്പൊ സമീർ തിരിച്ചു പറയണേ ആദാബ്. അടുത്ത് इकबाल പറയണേ हैदराबाद कब आना हुआ, हैदराबाद कब आना हुआ. हैदराबाद कब कब എപ്പോൾ, ആനാ ഹുവാ എപ്പോഴേ ഹൈദരാബാദിലേക്ക് വന്നു. ഹൈദരാബാദ് കബ് ആനാ ഹുവാ. അപ്പൊ ഇവര് തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? हैदराबाद में हो रहा है. इन दोनों की मुलाकात हैदराबाद में हो रही है. देखिए अगला എന്താ സമീർ പറയുന്നേ? दो रोज पहले आया था. दो रोज रोज ना दिवसम. दो रोज पहले हुआ था. രണ്ട് ദിവസം മുമ്പാണ് ഞാൻ आया था. രണ്ട് ദിവസമായി വന്നിട്ടുണ്ട്. हैदराबाद के बारे में बहुत कुछ सुना और पढ़ा है. എന്താണ് हैदराबाद के बारे में? ഹൈദരാബാദിനെ കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? बहुत कुछ सुना. बहुत എന്ന് പറഞ്ഞാൽ ധാരാളം, കുച്ച് പറഞ്ഞാൽ കുറച്ചാണല്ലോ, പക്ഷെ बहुत कुछ പറഞ്ഞാൽ ധാരാളം എന്നുള്ളതാണ് എടുക്കുന്നത്. हैदराबाद के बारे में बहुत कुछ सुना और पढ़ा है. ഞാൻ ഹൈദരാബാദിനെ കുറിച്ചുകൊണ്ട് ധാരാളം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇക്ബാൽ हाँ बहुत खूबसूरत शहर है. അതെ, എന്താണ് बहुत खूबसूरत. खूब എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്, സൂറത്ത് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, खूबसूरत ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷഹർ है പട്ടണമാണെന്ന്. സമീർ आप हैदराबाद में कहाँ रहते हैं? तो ഈ സമീർ എന്താണ് ഇക്ബാൽ എവിടെയോ ഹൈദരാബാദിൽ താമസിക്കുന്ന ആളാണ്. ചോദിക്കാണ് സമീർ ചോദിക്കുന്നത് आप हैदराबाद में कहाँ रहते हैं എന്ന് വെച്ചാല് റെസ്പെക്റ്റോട് കൂടി ചോദിക്കാണ് कहाँ रहते हैं എന്ന്. ആപ്പ് എന്നാണ് ബേസ്. അപ്പൊ ഈ ഉത്തരം പറയുന്നത് എന്താണ്? ഹുസൈൻ സാഗർ. ഇക്ബാൽ പറയണേ ഹുസൈൻ സാഗർ കെ പാസ്. ഹുസൈൻ സാഗർ അവിടെയുള്ള ഒരു ജീലാണ്, തടാകമാണ്, ലേക്കാണ്. അതിന്റെ ഉസ്കെ പാസ്, ഹുസൈൻ സാഗർ കെ പാസ്. കെ പാസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള. സമീർ ഹുസൈൻ സാഗർ तो खूबसूरत झील है ना. झील എന്ന് പറഞ്ഞാൽ ലേക്ക്, പറയണ തടാകം. അപ്പോ ഹുസൈൻ സാഗർ तो ഹുസൈൻ സാഗർ बहुत खूबसूरत നല്ല മനോഹരമായിട്ടുള്ള झील है ना, മനോഹരമായിട്ടുള്ള തടാകമല്ലേ ഹുസൈൻ സാഗർ. इकबाल जी हाँ, हर रोज काफी तादाद में लोग इसे देखने आते हैं. क्या आपने देखा? बात ചോദിക്കണേ. അപ്പോ സമീർ നേരത്തെ खूबसूरत झील है ना എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇക്ബാൽ പറയണേ जी हाँ, जी हाँ, यस ऑफ कोर्स, जी हाँ दे, हर रोज डेली, काफी तादाद में लोग, काफी तादाद मीन्स बड़ी तादाद में, ധാരാളം ആളുകള് ഇസെ देखने आते हैं, ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. क्या आपने देखा? നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടോ? പോയി കണ്ടോ എന്ന്. സമീർ ജി അബി നഹി ദേഖ. ഇല്ല, ഞാനിപ്പോ അബി നഹി ദേഖ, ഞാൻ ഇപ്പൊ കണ്ടിട്ടില്ല. ജറൂർ ദേഖൂങ്ക. ഓ എന്തായാലും എനിക്ക് പോണം, എന്തായാലും എനിക്ക് കാണണം. ദേഖ്ന ദേഖൂങ്ക, ഐ വിൽ സീ എന്നുള്ളതിലാണ്, ഞാൻ കാണാം, കണ്ടോളാം എന്നുള്ളതിലാണ് പറയുന്നത്. വഹാ കാ മൻസർ തോ ബഡാ ദിൽകഷ് ഹോത്താ ഹോഗ. ഓ വഹാ കാ മൻസർ, അവിടുത്തെ കാഴ്ചകൾ ബഡാ ദിൽകഷ്, ദിൽകോ കഷിഷ് ദേനെ വാല, അട്രാക്റ്റീവ്, ഹോത്താ ഹോഗ ആവുമല്ലോ, നല്ല മനോഹരമായിരിക്കുമല്ലോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ബാലു പറയണേ ജി ഹാ അതെ, ഖാസ് തൗർ പർ
പ്രത്യേകിച്ച് ജബ് സൂരജ് ഗുറൂബ് ഹോ രഹാ ഹോത്താ ഹൈ. എന്താ പറഞ്ഞത്? ജി ഹാ, അതെ, ഖൂബ്സൂറത്ത് ജഗ ഹൈ. ഖാസ് തൗർ പർ, പ്രത്യേകിച്ച് എപ്പോഴാണ് കാണേണ്ടത്? ജബ് സൂരജ് ഗുറൂബ് ഹോ രഹാ ഹോത്താ ഹൈ. എപ്പോഴാണ്? സൂരജ്, സൂര്യൻ എന്താണ്? ഗുറൂബ് ഹോ രഹാ ഹോത്താ ഹൈ. ഗുറൂബ് ആണ് അസ്തമിക്കുക, സൂര്യാസ്തമയം കാണത്താണ്, സൺ സെറ്റിംഗ് ആണ് കാണാനാണ് അവിടെ എന്ത് ഏറ്റവും അട്രാക്ഷൻ. സമീർ, और कौन कौन सी देखने के लायक जगहें हैं? जगह जगहें, जगह എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. और कौन कौन सी, ഏതെല്ലാമാണ് देखने की लायक, देखने लायक കാണാൻ കൊള്ളാവുന്ന ജഗഹേं हैं, ഏതൊക്കെയാണ്? പിന്നെ കാണേണ്ട വസ്തുക്കൾ, കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ബാൽ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ്? ചാർ മീനാർ, സാലാർ ജംഗ് മ്യൂസിയം, രാമോജി ഫിലിം സിറ്റി, ഗോൽക്കൊണ്ട വഗൈറ, ഇങ്ങനെയുള്ളതൊക്കെയാണ് കാണേണ്ടത്. സമീർ, മേ ഭി യേ ജഗഹേ ദേഖ്നെ ജാഊംഗാ. ഓ, എന്നാൽ ഞാനും മേ ഭി, ഇതിൽ ഞാൻ എന്ത് ചെയ്യും? യേ ജഗഹേ, ഈ സ്ഥലങ്ങളൊക്കെ ദേഖ്നെ ജാഊംഗാ, അതൊക്കെ കാണാൻ ഞാൻ പോകുന്നു, എനിക്ക് ഇവിടേക്ക് പോകണമെന്ന്. ആ ക്യാ കർത്തേ ഹേ, അല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഇക്ബാലോട് ചോദിക്കാണ്. ആ ക്യാ കർത്തേ ഹേ മീൻസ് ആ ക്യാ കാം കർത്തേ ഹേ. ബാൽ പറയണേ, चारमीनार के पास मेरी मोतियों की दुकान है. मोतियों की दुकान എന്നാണ്, ദുകാൻ മുഅന്നസ് ആയതുകൊണ്ടാണ് മോത്തിയോ കി ദുകാൻ എന്ന് പറഞ്ഞത്. ചാർമീനാർ കെ പാസ്, ചാർമീനാർ അടുത്ത് എന്തുണ്ട്? മേരി, എന്റെ, മോത്തിയോ കി ദുകാൻ ഹെ, മോത്തി മുഅന്നസ് ആണ്, അവിടെ മേരി മോത്തിയോ കി ദുകാൻ ഹെ, മുത്തുകൾ ഇതൊക്കെ വിൽക്കുന്ന കടയുണ്ട് എന്ന് പറയുന്നതാണ്. മോത്തി പേൾ. समीर वरण, हैदराबाद के मोती तो बहुत मशहूर है. ഹൈദരാബാദിലെ മോത്തി പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുത് മഷ്ഹൂർ ഹെ, പ്രശസ്തമാണല്ലോ എന്ന്. ഇക്ബാൽ പറയുന്നത് ജി ഹാ ബഹുത് മഷ്ഹൂർ ഹെ, അതെ ബഹുത് മഷ്ഹൂർ ഹെ, വളരെ പ്രശസ്തമാണ്, വളരെ ഫേമസ് ആണ്. സമീർ, ഏക് അച്ഛാ സാ ഹാർ കിത്നെ മേ മിൽ ജാതാ ഹോഗാ. ഒരു നല്ല ഹാർ, മാല കിട്ടണമെന്നുണ്ടെങ്കിൽ കിത്നെ മേ മിൽ ജാതാ ഹോഗാ, എത്ര രൂപയാകും, എത്ര കാര്യക്കും കിട്ടുക, അതാണ് ചോദിക്കുന്നത്. ഇക്ബാൽ, അലഗ് അലഗ് റേറ്റ് ഹെ, പല റേറ്റും ഉണ്ട്. ലേക്കിൻ 8-10 हज़ार में अच्छा हार मिल जाता है. 8-10 हज़ार, ഒരു 8-10 ആയിരം, ഇനി 8000-10,000 രൂപ അടുക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അച്ഛാ ഹാർ മിൽ ജാത്താ ഹെ, നല്ല മാല നിങ്ങൾക്ക് കിട്ടും. സമീർ, കബി ആപ്കി ദുകാൻ പർ ഹാസിർ ഹോത്താ ഹൂം. എന്തായാലും ഞാൻ എന്ത് ചെയ്യാം? എപ്പോഴെങ്കിലും ആയിട്ട് ആപ്കി ദുകാൻ പർ ഹാസിർ ഹോത്താ ഹൂം, നിങ്ങളുടെ കടയിലേക്കും വരാം. ഇക്ബാൽ, ജറൂർ, ഓക്കെ, തീർച്ചയായും നിങ്ങൾ വന്നോളൂ. അബ് ഇജാസത്ത് ദീജിയെ, ഇപ്പൊ എനിക്ക് ചെറിയൊരു തിരക്കുണ്ട്, അവിടെ എന്ത് ചെയ്യണം? ഇജാസത്ത് ദീജിയെ, എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഞാൻ പോട്ടെ, പെർമിഷൻ തരൂ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കണം. ഞാൻ പോട്ടെ എന്ന് പറയണം, സമ്മതം ചോദിക്കാണ്. സമീർ, ജി ബെഹ്തർ, ഓക്കെ, യു ക്യാൻ, ഫിർ മുലാഖാത്ത് ഹോഗി, പിന്നെ കാണാം നമുക്ക്. ഇക്ബാൽ പറയണേ ജറൂർ, തീർച്ചയായും, ഓഫ് കോഴ്സ്, ആദാബ്, എന്നിട്ട് സമീറും ആദാബ് എന്ന് പറയുന്നു. അങ്ങനെ പോകുന്നു. ഈ ഒരു ചെറിയൊരു ഗുഫ്തഗുവാണ് ഇവിടെ ഉള്ളത്. ഈ ഗുഫ്തഗുവിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, കുറച്ച് വാക്കുകൾ, അത് എങ്ങനെയാണ് സിംഗുലറിൽ ഉപയോഗിക്കുന്നത്, പ്ലൂറലിൽ ഉപയോഗിക്കുന്നത്, അതിന് മുഅന്നസ് ആവുമ്പോ മുഅന്നസിൽ സിംഗുലറിൽ എങ്ങനെ ഉപയോഗിക്കുന്നത്, മുഅന്നസിൽ പ്ലൂറലിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. പഠ, പഠ എന്ന് പറഞ്ഞാൽ റീഡ് എന്നുള്ളതാണ്, ഞാൻ വായിച്ചു എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. പഠ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വാഹിദ് മുസക്കറിലാണ്. വാഹിദ് മുസക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, ഏകവചനത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പഠ, മേ പഠ, വോ പഠ, ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. വോ സുന, മേ ദേഖ, മേ ഗയ, മേ ആയ, ഇതൊക്കെ മുസക്കർ വാഹിദ് മുസക്കറിലാണ് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കാം. ഇനി ജമലാവുമ്പോ പ്ലൂറലാവുമ്പോ എങ്ങനെ ഉപയോഗിക്കുന്നത്? പഠേ, അപ്പൊ എന്ന് വെച്ചാൽ ഹം പഠേ, ഹം സുനേ, ഹം ദേഖേ,
ഹം ഗയെ, ഹം ആയെ. ഹം പഠേ നമ്മൾ ഞങ്ങൾ വായിച്ചു, ഹം സുൻ ഞങ്ങൾ കേട്ടു, ഹം ദേഖെ ഞങ്ങൾ കണ്ടു, ഹം ഗയെ ഞങ്ങൾ പോയി, ഹം ആയെ ഞങ്ങൾ വന്നിരിക്കുന്നു. ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി മുഅന്നസ്രാവുമ്പോ എങ്ങനെയാണ്? വാഹിദ് മുഅന്നസ്രാവുമ്പോ മേ പഠി, മേ സുനി, മേ ദേഖി, മേ ഗയി, മേ ആയി, ഈ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. അത് പ്ലൂറലാവുമ്പോ ജമയിലാവുമ്പോ എങ്ങനെയാണ് ഉപയോഗിക്കുക? ഹം പഠി, ഹം സുനി, ഹം ദേഖി, ഹം ഗയി, ഹം ആയി, ഈ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നോക്കാം. മേ ജാഊംഗ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുമ്പോൾ മേ ജാഊംഗ, ഐ ഷാൾ ഗോ ഞാൻ പോകും, ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മേ ജാഊംഗ, മേ ആഊംഗ, മേ ഹാസിർ ഹോ ജാഊംഗ, ഐ ഷാൾ കം, അതാണ് മേ ഹാസിർ ഹോ ജാഊംഗ, മേ ആഊംഗ എന്ന് പറയുന്നത്. മേ ഖാഊംഗ, മേ പിയൂംഗ, ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഇനി നോക്കാം. ഫ്യൂച്ചർ ഇംപെർഫെക്റ്റ് ഹോതാ ഹോഗ ചെയ്തിട്ടുണ്ടാകും, മേ ബി ഹാപ്പനിങ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയില്ല, നമുക്കൊരു ഉറപ്പില്ലാതെ അതിന് പറയുന്നതാണ് ഇങ്ങനെ. അവന്റെ പണിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നറിയില്ല, അതിന് നമ്മൾ പറയാ മേ ബി ഹാപ്പനിങ്, ആ രൂപത്തിലാണ് പറയുന്നത്. ഹോതാ ഹോഗ ആയിട്ടുണ്ടാകും, ജാത്താ ഹോഗ പോയിട്ടുണ്ടാകും, മേ ബി ഗോയിങ് ഉറപ്പില്ല. ഇനി അടുത്ത് നോക്കാം. ലഫ്സ് വ മാന, ഓരോ വാക്കുകളും അതിന്റെ അർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താദാദ്, താദാദ് എന്ന് പറഞ്ഞാൽ നമ്പർ, എണ്ണം, അതിനെ സൂചിപ്പിക്കുന്നതിനാണ്. മൻസർ ദൃശ്യം, സീൻ. ദിൽകഷ് അട്രാക്റ്റീവ്. ഗുറൂബ് ഹോന ടു സെറ്റ്. അതുപോലെ ദേഖ്നെക്ക് ലായക്, വർക്ക് സീയിങ് കാണാൻ പറ്റുന്ന, കാണേണ്ട സ്ഥലങ്ങൾ. പിന്നെ മോത്തി പേൾ മുത്ത്. ഹാർ, ഹാർ മാല എന്ന് പറയല്ലോ, ചെയിന്. ഹാസിർ ഹോന ടു ബി പ്രസന്റ്, ഹാസിർ ഹോന ഉണ്ടാവുക എന്നുള്ളതാണ്, പ്രസന്റ് ആവുക എന്നുള്ളത്. ഇനി പറയുന്നത് ഇജാസത്ത് ദീജിയെ, ഇജാസത്ത് എന്ന് പറഞ്ഞാൽ പെർമിഷൻ. ദീജിയെ അലോ മീ ടു ലീവ്, ഞാൻ പോട്ടെ, പെർമിഷൻ ചോദിക്കാണ്. ഖൂബ്സൂറത്ത് എന്ന് പറഞ്ഞാൽ ബഹുത് സുന്ദർ, ഖൂബ്സൂറത്ത് ബ്യൂട്ടിഫുൾ. മഷ്ഹൂർ ഫേമസ്, മഷ്ഹൂർ പ്രശസ്തമായ. ജി ബെഹ്തർ ഓക്കെ ഓൾ റൈറ്റ്. ജീൽ എന്ന് പറഞ്ഞാൽ ലേക്ക് തടാകം. പഠ്ന ടു റീഡ് വായിക്കുക. ബിസുനിന ടു ലിസൺ കേൾക്കുക. ആന ടു കം വരിക, ഈ അർത്ഥം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നമ്മളിവിടെ ഈ പഠിച്ച ഈ ഒരു ഗുഫ്തഗു വെച്ചിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ. ഹൈദരാബാദ് മേ ദേഖ്നെ കെ ലൈക് ജഗഹോं के नाम लिखिए. ഹൈദരാബാദ് മേ ദേഖ്നെ ലൈക് ജഗഹോं के नाम लिखिए. ഹൈദരാബാദിൽ നമുക്ക് കാണാൻ പറ്റാവുന്ന, മീൻസ് ഉദ്ദേശിച്ച പ്രശസ്തമായ സ്ഥലം, കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചാർമിനാർ, പിന്നെ ഗോൽക്കൊണ്ട, സാലാർജംഗ് മ്യൂസിയം, രാമോജി ഫിലിം സിറ്റി വഗൈറ. ഇനി അടുത്ത് നോക്കാം. जुमले सही जुमले पर ടിക് അറിയ സഹി നിഷാൻ ലഗായിയെ. അപ്പോൾ അതിന്റെ ഏതാണ് ശരിക്കുള്ളത്, അതിന്റെ ആ ചിഹ്നം രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈദരാബാദ് മേ കഹാ, ആപ് ഹൈദരാബാദ് മേ കഹാ രഹതാ ഹൈ. ആപ് എന്ന് വന്നുകൊണ്ട് രഹതാ ഹൈ എന്ന് വരുമോ? ആപ് ഹൈദരാബാദ് മേ കഹാ രഹത്തെ ഹേ. അപ്പോൾ ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം. അപ്പൊ ഇതിനാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഈ അടുത്ത് നോക്കുന്നത്, കാരണം ഇവിടെ എന്താണ്? ആപ്പ് എന്നാണ് വന്നിരിക്കുന്നത്. ആപ്പ് വരുമ്പോ രഹത്തെ ഹേ, ഈ രൂപത്തിലാണ് വരിക. ആപ്പ് ഹൈദരാബാദ് മേ കഹാ രഹത്തെ ഹേ. തൂ ഹൈദരാബാദ് കഹാ രഹത്തെ ഹോ എന്നാണ് ചോദിക്കേണ്ടത്. അടുത്ത് നോക്കാം. അപ്പോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തെന്താ? ഉസേ മോത്തിയോ കി ഹാർ ബഹുത് പസന്ദ് ഹേ. ഉസേ മോത്തിയോ കാ ഹാർ ബഹുത് പസന്ദ് ഹേ. രണ്ടും ഒരുപോലെയാണ്. ആകെ ഒരു കീ, ഒരു കാ, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ മോത്തിയോ കാ ഹാർ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള രൂപം. ഹാർ എന്നുള്ളത് മുസക്കറാണ്. ഉസേ മോത്തിയോ കാ ഹാർ ബഹുത് പസന്ദ് ഹേ. അടുത്ത് നോക്കാം. സൂരജ് ഗുറൂബ് ഹോ രഹാ ഹേ. സൂരജ് ഗുറൂബ് ഹോ രഹി ഹേ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സൂരജ് ഗുറൂബ് ഹോ രഹാ ഹേ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം ഗുറൂബ് ഹോന
മുസക്കർ ആയതുകൊണ്ട് ഉപയോഗിക്കുന്നത്. സൂരജ് ഓറോബ് ഹോ രഹാ ഹെ. അടുത്ത് നോക്കാം. കുറച്ച് വാക്കുകൾ തന്നിട്ട് അൽഫാസ് ദിയെ ഹെ യഹാ പേ. वो उसमें से മുസക്കർ और മുഅന്നസ് അൽഫാസ് को अलग अलग लिखिए. ഇവിടെ തന്നിരിക്കുന്നതിൽ മുഅന്നസും ഉണ്ട് മുസക്കറും ഉണ്ട്. മുസക്കർ ഏതൊക്കെയാണ് എന്നുള്ളത് ഈ വരിയിൽ എഴുതുക, മുഅന്നസ് ഏതൊക്കെയാണെന്നുള്ള ഈ വരിയിൽ എഴുതുക. കറക്റ്റ് എഴുത്തുകൊണ്ട് എഴുതാനുള്ളതാണ്. മൻസർ ഒന്നാമത്തെ പദമാണ് മൻസർ. ഖുശ്നുമാ മൻസർ, ബഹുത് അച്ഛാ മൻസർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ് ഇത് വരിക? പ്യാരാ മൻസർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? മുസക്കറാണ്. അതുകൊണ്ടാണ് മുസക്കറാണ് മൻസർ എന്നുള്ളത്. സൂരജ് എന്നുള്ളതോ? സൂരജ് സൂരജ് എന്നുള്ളത് മുസക്കറാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. സാഗർ. സാഗർ സാഗർ എന്നുള്ളത് ഹിന്ദ് മഹാസാഗർ എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോ സാഗർ എന്നുള്ളത് മുസക്കറാണ്. അപ്പൊ മൻസർ, സൂരജ്, സാഗർ ഇതൊക്കെ മുസക്കറാണ്. ഇനി അടുത്ത് നോക്കാം. ദുകാൻ. മേരി ദുകാൻ, ചോട്ടി ദുകാൻ, ബഡി ദുകാൻ, അച്ചി ദുകാൻ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇത് മുഅന്നസ് ആണ്. ദുകാൻ എന്നുള്ളത് ദുകാൻ മുഅന്നസ് ആണ്. ഇനി അടുത്ത് നോക്കാം. ഹാർ. ഹാർ എന്നുള്ളത് മേരാ ഹാർ, അച്ഛ ഹാർ, ഉന്ദ ഹാർ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ മേര എന്ന് വരുമ്പോ ഹാർ എന്നുള്ളത് മുസക്കറാണ്. അതുപോലെ അടുത്ത പദമാണ് എന്ത്? ഇജാസത്ത്, പെർമിഷൻ എന്നുള്ളത്. പെർമിഷൻ എന്ന് പറഞ്ഞാല് ഇജാസത്ത്. അവസാനം താ ഉണ്ട്. എന്താണ്? ഇജാസത്ത് എന്നുള്ള മുഅന്നസ് ആണ്. താ ഉണ്ടാകുമ്പോ അപ്പൊ ഇജാസത്ത് എന്ന് പറഞ്ഞാല് മുഅന്നസ് ആണ്. അപ്പൊ അതിനാണ് എഴുതുന്നത് മേരി ഇജാസത്ത്, ആപ്കി ഇജാസത്ത് എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും. ബാക്കി പിന്നീട് ഡിസ്കസ് ചെയ്യാം.